Regression analysis in the chapter one word questions discuss question number 1. The term regression was introduced by regression ennulla term introduce cheythathu paranja aala Sir Francis Galton aanu. Regression ennulla term first introduce cheytha aala Sir Francis Galton. Question number 2. Regression analysis is the measure of dash of relationship between variables. Variables തമ്മിലുള്ള എന്ത് മെഷർ ചെയ്യാനാണ് regression analysis യൂസ് ചെയ്യുന്നത്? Nature or functional form. Nature or functional form. Question number 3. If the points on the scatter diagram concentrate around a straight line, scatter diagrams points എല്ലാം തന്നെ ഒരു straight line നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്നുവെങ്കിൽ ആ ലൈനിനെയാണ് ദാറ്റ് ലൈൻ ഈസ് കാൾഡ് ആ ലൈനിനെയാണ് എന്ത് പറയുക റിഗ്രഷൻ ലൈൻ എന്ന് പറയാം അല്ലെങ്കിൽ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്നും പറയാം. ഒരു സ്കാറ്റർ ഡയഗ്രാം വരഞ്ഞു, ആ സ്കാറ്റർ ഡയഗ്രാമില് പോയിന്റ്സ് എല്ലാം തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈനിന് ചുറ്റിപ്പറ്റിയിട്ടാണ് ലൈ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് റിഗ്രഷൻ ലൈൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4. The maximum number of regression lines between the variables, variable x variable y variable വെച്ചിട്ട് എത്ര regression lines maximum എത്ര regression lines വരയാൻ പറ്റും? എത്ര എണ്ണം വരയാൻ പറ്റും? 2 എണ്ണം. ഒന്ന് x on y ഉം നെക്സ്റ്റ് വൺ y on x ഉം. Question number 5. In regression equation of y on x എന്നുള്ള regression equationല് y is a dash variable. y ഏത് വേരിയബിൾ ആണ്? y ഡിപ്പെൻഡന്റ് ആണ്. ആരിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? y. x ഈസ് ഇൻഡിപെൻഡന്റ്. എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് y ഇരിക്കുന്നത്. അപ്പൊ റിഗ്രഷൻ ഇക്വേഷൻ അല്ലെങ്കിൽ റിഗ്രഷൻ ലൈൻ, ഇവിടെ റിഗ്രഷൻ ലൈൻ തന്നാലും ഒരേ ആൻസർ ആണ്. ഇൻ റിഗ്രഷൻ ഇക്വേഷൻ y on x, y on x y ഡിപ്പെൻഡന്റ് ആണ്, x independent ആണ്. Question number 6. The regression equation used to estimate the value of y for a given value of x. അതായത് x തന്നിട്ടുണ്ട്, y ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഏത് റിഗ്രഷൻ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യാന്ന്? ഏതാണ് നമ്മൾ യൂസ് ചെയ്യുക? y on x എന്നുള്ള റിഗ്രഷൻ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുക. എക്സ് തന്നിട്ടുണ്ട്, y കാണണമെന്നുണ്ടെങ്കിൽ y on x. Question number 7. In regression analysis on the data of two variables x and y, the following regression equation obtained. y minus 30 equal to 0.28 into x minus 50. ഒരു റിഗ്രഷൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്, y minus 30 equal to 0.28 into x minus 50. Find byx. ഇതില് byx ഏതാണെന്നാ ചോദിക്കുന്നത്. ഇതില് byx ഈ തന്നിരിക്കുന്നതില് byx ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനില് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? റിഗ്രഷൻ ഇക്വേഷൻ റിഗ്രഷൻ ഇക്വേഷൻ തന്നിരിക്കുന്നത് y minus 30 equal to 0.28 into x minus 50. സോ ഇക്വേഷന്റെ ഫോം നോക്കുക. y minus y bar equal to byx into x minus x bar ആണ് ഇക്വേഷന്റെ ഫോം. അപ്പൊ byxന്റെ പ്ലേസിൽ ആരാ ഉള്ളത്? 0.28. സോ byx equal to എന്തെന്ന് എഴുതാൻ വേണ്ടി പറ്റും? 0.28 എന്ന് എഴുതാൻ പറ്റും. Then question number 8. The correlation coefficient is the dash of regression coefficient. Regression coefficient inde endana correlation coefficient? Geometric mean. Geometric mean.
ജോമെട്രിക് മീനെ ഷോർട്ട് ആക്കിയിട്ട് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? ജി എന്നും വേണമെങ്കിൽ എഴുതാം. അപ്പൊ ജോമെട്രിക് മീനിന്റെ റിഗ്രഷൻ കോഎഫിഷ്യന്റിന്റെ ജോമെട്രിക് മീൻ ആണ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. നേരെ തിരിച്ചിട്ടും അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ദ ജോമെട്രിക് മീൻ ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യന്റിന്റെ ജോമെട്രിക് മീൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? അപ്പൊ നമുക്ക് കോറിലേഷൻ ആയിരിക്കും കിട്ടുക. കോറിലേഷന് നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ഇതാ R. ഒന്നുകിൽ R എന്ന് എഴുതാം, അല്ലെങ്കിൽ കോറിലേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 10. The two regression lines coincide at the point. രണ്ട് റിഗ്രഷൻ ലൈൻ എവിടെയാണ് കൂട്ടിമുട്ടുന്നത്? The two regression lines coincide at the point. ആ കൂട്ടിമുട്ടുന്ന പോയിന്റിന് നമ്മൾ എന്തെന്ന് വിളിക്കുക? എക്സ് ബാർ വൈ ബാർ മീനുകളാണ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. Then question number 11. If the correlation coefficient are equal to 0, correlation coefficient 0 ആണെങ്കിൽ റിഗ്രഷൻ ലൈനിനെ പറ്റി നമുക്ക് പറയാൻ അറിയുന്നത് എന്താ? റിഗ്രഷൻ ലൈൻസ് പെർപെൻഡിക്കുലർ. കോറിലേഷൻ കോഎഫിഷ്യന്റ് 0 ആണെങ്കിൽ റിഗ്രഷൻ ലൈൻസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. Question number 12. If the correlation coefficient are equal to 1, correlation coefficient 1 ആണെന്നുണ്ടെങ്കിൽ the regression linesനെ പറ്റി പറയാനുള്ളത് എന്താ? regression lines coincide ചെയ്യും. Then question number 13. If one of the regression coefficient is greater than 1, if one of the regression coefficient is greater than 1, ഒരു regression coefficient ഒന്നിനേക്കാളും വലുതാണെങ്കിൽ the other will be, അടുത്തതിനെ പറ്റി എന്താ പറയാനുള്ളത്? less than 1 ആയിരിക്കും. അതായത് നമ്മൾ പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ട് ബി വൈ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ബി എക്സ് വൈ എന്തായിരിക്കും? ലെസ് ദാൻ 1 ആണ്. അത് നമ്മൾ പ്രോപ്പർട്ടിയിൽ പറഞ്ഞിട്ടുണ്ട്. Question number 14. If the correlation between two variables x and y is negative, x ന്റെയും y ന്റെയും രണ്ട് വേരിയബിൾസിന്റെ കോറിലേഷൻ നെഗറ്റീവ് ആണെങ്കിൽ what about the regression coefficient? Then the regression coefficient y on x is, correlation coefficient നെഗറ്റീവ് ആണെങ്കിൽ regression coefficient എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതായത് ബി വൈ എക്സും നെഗറ്റീവ് ആണ്, ബി എക്സ് വൈയും എന്തായിരിക്കും കിട്ടുക? നെഗറ്റീവിലായിരിക്കും ആൻസർ കിട്ടുക. Question number 15. If byx is equal to negative 0.25 and bxy equal to negative 0.36, then r equal to dash. r എന്ന് വെച്ചാൽ നമ്മൾ എന്താ? r കോറിലേഷൻ ആണ്. r ഈക്വൽ ടു റിഗ്രഷൻ കോഎഫിഷ്യന്റ് തന്നാൽ കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല r ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോർമുല. സോ വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, വെളിയിൽ ആരുണ്ട്? പ്ലസ് ഓർ മൈനസ് ഉണ്ട് കേട്ടോ. സ്ക്വയർ റൂട്ട് ഓഫ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. 0.25 ഇൻറ്റു നെഗറ്റീവ് 0.36. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ സ്ക്വയർ റൂട്ട് ഓഫ് 0.09 ആൻസർ കിട്ടും. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്തായി മാറി? പോസിറ്റീവ് ആയി. വെളിയിൽ ആരുണ്ട്? പ്ലസ് ഓർ മൈനസ് ഉണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 0.09 സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 0.3 ആണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തിയറി പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, റിഗ്രഷൻ കോഎഫിഷ്യൻസ് നെഗറ്റീവ് ആണെങ്കിൽ കോറിലേഷനും എന്ത് എഴുതണം? നെഗറ്റീവ് ആണെന്ന് എഴുതണം. Question number 16. The equation of regression line of x on y is 3x plus 2y minus 5 equal to 0. Then bxy is dash. അതായത് എക്സ് ഓൺ വൈന്റെ റിഗ്രഷൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. 3x plus 2y minus 5 equal to 0. ഇതിൽ നിന്ന് bxy കാൽക്കുലേറ്റ് ചെയ്യണം.
അപ്പൊ റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഫോർമുല എഴുതണം എന്ന് പറഞ്ഞു? എക്സ് ഈക്വൽ ടു എന്നാക്കി മാറ്റണം. ഞാൻ ഇതിനെ എക്സ് ഈക്വൽ ടു എന്നാക്കി മാറ്റണം. അപ്പൊ പോസിറ്റീവ് 2y ഈക്വൽ ടുവിന്റെ ഇങ്ങേ ഭാഗത്ത് വരുമ്പോ എന്തായി മാറും? നെഗറ്റീവ് 2y ആയി മാറും. നെഗറ്റീവ് 5 ഈക്വൽ ടുവിന്റെ ഭാഗത്തേക്ക് പോകുമ്പോ എന്താവും? പോസിറ്റീവ് 5 ആവും. തീർന്നോ? ഇല്ല. ഇനി എന്തും കൂടെ വേണം? എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ മാറ്റണം. സോ എക്സ് ഈക്വൽ ടു എന്ത് വരും? നെഗറ്റീവ് 2/3y പ്ലസ് 5/3 ആണ്. ഇനി ബി എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? വൈന്റെ കൂടെയുള്ള, വൈന്റെ ഒപ്പം നിൽക്കുന്ന നമ്പറാണ് എന്ത്? ബി എക്സ് വൈ. വൈന്റെ കോഎഫിഷ്യന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബി എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനില് ബി എക്സ് വൈ എത്രയാ? നെഗറ്റീവ് 2/3 ആണ്. Question number 17. If the regression coefficient of x over y is bxy equal to -2. റിഗ്രഷൻ കോഎഫിഷ്യന്റ് എക്സ് ഓവർ വൈ തന്നിട്ടുണ്ട്, അതായത് ബി എക്സ് വൈ തന്നിട്ടുണ്ട് -2 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ താഴെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ഓപ്ഷൻസില് ബി വൈ എക്സ് എന്തായിരിക്കും, ആർ എന്തായിരിക്കും, ഏതാണ് ഇതിലെ അക്സെപ്റ്റബിൾ എന്നുള്ളതാണ് ചോദ്യം. ബി എക്സ് വൈ -2 ആണെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്ന ഏത് ഓപ്ഷനാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ബി എക്സ് വൈ നെഗറ്റീവ് ആണെങ്കിൽ ബി വൈ എക്സും നെഗറ്റീവ് ആവണം. അപ്പൊ ബി എക്സ് വൈ നെഗറ്റീവ് ആണ്. ബി വൈ എക്സ് നെഗറ്റീവ് ആയത് ഏതാ ഉള്ളത് എന്നൊന്ന് ആദ്യം നോക്കാം. അപ്പൊ ഈ ഫസ്റ്റ് ഓപ്ഷനിൽ ബി വൈ എക്സ് പോസിറ്റീവ് ആണ്, സെക്കൻഡ് വണ്ണില് നെഗറ്റീവ് ആണ്, തേർഡ് വണ്ണില് നെഗറ്റീവ് ആണ്, ഫോർത്ത് വണ്ണിൽ എന്താ? പോസിറ്റീവ് ആണ്. അപ്പൊ എ ഓപ്ഷനും ഡി ഓപ്ഷനും ആൻസർ അല്ല എന്നുള്ളത് മനസ്സിലായി. ഇനി 6 അവിടെ നോക്കുക. ബി എക്സ് വൈ നെഗറ്റീവ് ആണെങ്കിൽ ബി വൈ എക്സും നെഗറ്റീവ് ആയിരിക്കും, കോറിലേഷനും ആറും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ ബി ഓപ്ഷനിൽ നോക്കൂ, നെഗറ്റീവ് ആണോ 6? അല്ല, 6 ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പൊ ബിയും അല്ല ആൻസർ. ഏതാ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ? ഓപ്ഷൻ നമ്പർ സി ആണ് സാറ്റിസ്ഫൈ ചെയ്യുക. അതായത് ബി എക്സ് വൈ നെഗറ്റീവ് ആണെങ്കിൽ ബി വൈ എക്സും നെഗറ്റീവ് ആയിരിക്കും, കോറിലേഷനും നെഗറ്റീവ് ആയിരിക്കും. Question number 18. Which of the following can be regression coefficients? താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതില് ഏതാണ് റിഗ്രഷൻ കോഎഫിഷ്യൻസ് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യൻസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് വേഗം മനസ്സിൽ വരുത്തുക. അവിടെ പറയണത് റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഒരെണ്ണം പോസിറ്റീവ് ആണെങ്കിൽ അടുത്തതും പോസിറ്റീവ് തന്നെ ആവണം, അല്ല നെഗറ്റീവ് ആണെങ്കിൽ രണ്ടും നെഗറ്റീവ് ആവണം. ഇവിടെ ആദ്യത്തെ കണ്ടീഷനില് 4 ഓപ്ഷൻസിലും എന്താണ്? എല്ലാ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം തന്നെ എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ അവിടെ നിന്നൊന്നും നമുക്ക് റിജക്ട് ചെയ്യാനില്ല, ഇന്ന ഓപ്ഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറയാനില്ല. ഇനി അടുത്ത പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചത് റിഗ്രഷൻ കോഎഫിഷ്യൻസിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്താവണം? ലെസ് ദാൻ 1 ആവണം. അപ്പൊ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യോ നോക്കുക. ഫസ്റ്റ് വൺ ഞാൻ എടുക്കണു. 1 into 3/2. ഇവ തമ്മിലുള്ള പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 3/2 ആണ്. 3/2 പറഞ്ഞാൽ 1.5, ഒന്നിനേക്കാളും കൂടി. അപ്പൊ ഈ ആൻസർ അല്ല എന്നുള്ളത് കിട്ടി. ഇനി സെക്കൻഡ് ഓപ്ഷൻ എടുക്കണു. 1/2 into 3/2. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3/4. 3/4 പറഞ്ഞാല് ഒന്നിനേക്കാളും ചെറുത്, ഒന്നിനേക്കാളും ചെറുതാണ്, ലെസ് ദാൻ 1. Then third option 2 into 3/2. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക് ആൻസർ? 6/2. അതായത് 3 ആണ്, ഒന്നിനേക്കാളും വലുതായി. ഇവ തമ്മിൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും ആൻസർ? 6 കിട്ടും. അപ്പൊ ഒന്നിനേക്കാളും ചെറുതുള്ളത് ഏതാണോ ഓപ്ഷൻ അതായിരിക്കും എന്ത് നമ്മളുടെ റിഗ്രഷൻ കോഎഫിഷ്യൻസ് എടുക്കാറ്. The last question. കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ റേഞ്ച്, കോറിലേഷൻ R ഈക്വൽ ടു, കോറിലേഷൻ കോഎഫിഷ്യന്റ് അല്ല, കോറിലേഷൻ R, കോറിലേഷന്റെ റേഞ്ച് -1 to +1 ആണ്.
റിഗ്രഷൻ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് 6 കോറിലേഷൻ ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യന്റിന്റെ റേഞ്ച് എന്താണ് കിട്ടുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ചിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാണ്. കോറിലേഷൻ റേഞ്ച് ചെയ്യുന്നത് -1 to +1 ആണ്. റിഗ്രഷൻ R ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് BYX into BXY ആണ് റിഗ്രഷൻ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ റൂട്ട്. അങ്ങനെയാണെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യന്റിന്റെ റേഞ്ച് ഏതാണ്, എവിടം വരെയാണ് എന്നുള്ളത് നിങ്ങൾ പറയുക. Subscribe now and press the bell icon.